ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായി നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ക്രൂശ് മരണം സ്വീകരിച്ച് കബറിറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാന വിഷയം ശൂനോയോ നോൻപ്. ശൂനോയോ നോൻപ്. ജനുവരി 1 മുതൽ ഉള്ള സമയം നാം നോക്കുമ്പോൾ ഇന്ന് 214-ാമത്തെ ദിവസം ആണ്. ഇന്ന് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങളെയും കുറിച്ച് ഓർത്ത് നമ്മൾ എത്ര അവനെ സ്തുതി സ്തോത്രം ചെയ്താലും അത് മതിയാവുകയില്ല. എപ്പോഴും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അമാലാഹമാരെ പോലെ നമുക്ക് സാധിക്കില്ല എങ്കിൽ തന്നെയും എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ അവസരത്തിലൊക്കെയും നാം അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്താൽ കുടുംബം അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. ഇന്ന് 585-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ചില ചരിത്ര സ്രോതസ്സുകൾ പ്രകാരം മറിയാമിൻ്റെ സ്വർഗാരോഹണം പെരുന്നാളിന് മുമ്പുള്ള നോമ്പ് കുറഞ്ഞത് 5-ാം നൂറ്റാണ്ട് മുതൽ ബൈസന്റിയൻ സഭാ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാറാനായ പെരുന്നാളുകൾ പോലെ തന്നെ അതിവിശുദ്ധമായി ആചരിക്കേണ്ടതായ പെരുന്നാളാണ് ദേവമാതാവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ എന്നും നമുക്ക് എവർക്കും അറിയാം. ആ 15 ദിവസങ്ങൾ ശരിക്കും നോമ്പ് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുന്ന ഓരോ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവളുടെ മധ്യസ്ഥതയിൽ, അതായത് വിശുദ്ധ കന്യമറിയാമിൻ്റെ മധ്യസ്ഥതയിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. മാറാനായ പെരുന്നാളുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ എൽദോ, ദനഹ, പെസഹ, സ്വർഗാരോഹണം, ഓശാന പെരുന്നാൾ, ഉയർപ്പ് പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ എന്നിവയാണ്. യുയാക്കീമിന്റെയും ഹന്നായുടെയും മകളായി ജനിച്ച മറിയാം തന്നെത്താൻ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചവൾ ആയിരുന്നു. അവളുടെ വിശ്വാസം അവളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു. അവൾ കർത്താവിൻ്റെ അമ്മ ആയി. ലോകത്തിൽ ഒരു സ്ത്രീക്കും ലഭിച്ചിട്ടില്ലാത്ത മഹോന്നത ബഹുമതിയാണ് പരിശുദ്ധ കന്യക മറിയാമിന് ഉള്ളത് എന്ന് നമുക്ക് എവർക്കും അറിയാം. അവൾ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയും പുത്രനാം ദൈവത്തിൻ്റെ വന്യമാതാവും പരിശുദ്ധ റൂഹായാം ദൈവത്തിൻ്റെ സ്നേഹഭാജനവും ആണ്. വിശുദ്ധ മറിയാം കൃപ നിറഞ്ഞവളാണ്. ഈ ബഹുമതി അവൾക്ക് ലഭിച്ചത് മനുഷ്യരിൽ നിന്നല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നുമാണ്. അബ്രഹാം, ലോത്ത്, ഹാഗാർ, മോശ, യോശുവ, യെശയ്യാവ്, ഏലിയാവ്, സഖരിയ, പുരോഹിതൻ യോസേപ്പ് മുതലായവർക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെ ആരെയും മറിയാമിനെ അഭിവാദ്യം ചെയ്തതുപോലെ ചെയ്ത് കാണുന്നില്ല. ലൂക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം 1-ാം അധ്യായം 28 ഇപ്രകാരം കാണുന്നു: കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ എന്ന്. ഈ എവൻഗലിയോസ്തായുടെ സുവിശേഷം നാം മുഴുവൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 24 അധ്യായവും 1151 വാക്യങ്ങളും ആണ് ഉള്ളത്. ദൈവത്തിന്റെ പ്രധാന ദൂതനായ ഗബ്രിയേൽ മാലാഖയാൽ അഭിവാദ്യം ചെയ്യപ്പെടുവാൻ തക്ക അതിശ്രേഷ്ഠ പദവിയാണ് വിശുദ്ധ കന്യമറിയാമിന് ലഭിച്ചത്. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാം ഹൃദയശുദ്ധിയുള്ളവരുടെ മാനസറാണിയാണ്. ഹൃദയശുദ്ധിയുള്ളവരുടെ മാനസറാണിയാണ്. ഞെരുക്കത്തിൽ ഇരിക്കുന്നവരുടെ ആശ്രയമാണ്. ഞെരുക്കത്തിൽ ഇരിക്കുന്നവരുടെ ആശ്രയമാണ്. നിരാശയിൽ കഴിയുന്നവരുടെ പ്രത്യാശയാണവൾ. നിരാശയിൽ കഴിയുന്നവരുടെ പ്രത്യാശയാണവൾ. വിധവകളുടെ തുണയാണവൾ. വിധവകളുടെ തുണയാണവൾ. അനാഥരുടെ നാഥയാണവൾ. അനാഥരുടെ നാഥയാണ് അവൾ. പീഡിതരുടെ രക്ഷയാണവൾ. പീഡിതരുടെ രക്ഷയാണവൾ. പാപികളുടെ സങ്കേതം ആണവൾ. പാപികളുടെ സങ്കേതമാണവൾ. രോഗികളുടെ ആശ്വാസമാണവൾ. രോഗികളുടെ ആശ്വാസമാണവൾ. ദരിദ്രരുടെ ഭണ്ഡാരം ആണ് അവൾ. ദരിദ്രരുടെ ഭണ്ഡാരം ആണവൾ. ജ്ഞാനത്തിൻ്റെ ഉറവിടമാണവൾ. ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് അവൾ. നീതിയുടെ ദർപ്പണമാണ് അവൾ. നീതിയുടെ ദർപ്പണമാണ് അവൾ. നിർമ്മലതയുടെ മകുടമാണ് അവൾ. നിർമ്മലതയുടെ മകുടമാണ് അവൾ. മാലാഖമാരുടെയും സകല വിശുദ്ധന്മാരുടെയും രാജ്ഞിയാണ് അവൾ. മാലാഖമാരുടെ മാത്രമല്ല,
സകല വിശുദ്ധന്മാരുടെയും രാജ്ഞിയാണ് അവൾ. ക്രിസ്ത്യാനികളുടെ അഭയമാണ് അവൾ. ക്രിസ്ത്യാനികളുടെ അഭയമാണ് അവൾ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഉപദ്രവിക്കപ്പെടുന്നവരുടെ കോട്ടയാണ് അവൾ. ഉപദ്രവിക്കപ്പെടുന്നവരുടെ കോട്ടയാണ് അവൾ. പൂർണ്ണമായി വിശ്വസിക്കുന്നവരുടെ സഹായിയാണ് അവൾ. പൂർണ്ണമായി വിശ്വസിക്കുന്നവരുടെ സഹായിയാണ് അവൾ. ഇതാണ് നാം വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണമായി വിശ്വസിക്കുന്നവരുടെ സഹായിയാണ് അവൾ. നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ ഇല്ലയോ എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന അവസരത്തിൽ, അതായത് സഭ നമുക്ക് തന്നിട്ടുള്ളതായ ആ സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഒക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നാം ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം, പൂർണ്ണമായി വിശ്വസിക്കുന്നവരുടെ സഹായിയാണ് വിശുദ്ധ കന്യമറിയാം. നമ്മളങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണോ എന്ന്. വിശുദ്ധ മറിയാമിൻ്റെ ജനനം എത്രയോ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ബാല്യകാലം എത്ര വിശദമായിരുന്നു. യേശുവിനെ പ്രസവിച്ച ശേഷം അവൾ അനുഭവിച്ചതായ കഷ്ടതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം അവളെ കന്യമറിയാമിനെ കുറച്ചുകൂടി അറിയേണ്ടതുണ്ട്. മകൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും ദൃക്സാക്ഷിയാകേണ്ടി വന്ന ഒരു അമ്മയാണ് അവൾ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ മുറിവോ അല്ലെങ്കിൽ ഒരു ചെറിയ വേദനയോ എന്തെങ്കിലും സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ദുഃഖിതരാവും. അങ്ങനെ ഉള്ള ഒരു അമ്മ മകൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും ദൃക്സാക്ഷിയാകുക എന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ കൂടി കടന്നുപോയ ആ വാളിനെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാതാവിൻ്റെ ഭാഗ്യ മരണത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് അവളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധയുടെ പേരിൽ നടന്നതായ അത്ഭുതങ്ങൾ നമുക്ക് ആ പുസ്തകങ്ങളിൽ നിന്നും വായിക്കുവാൻ സാധിക്കും. മാതാവിൻ്റെ സ്വർഗാരോഹണം, വിശുദ്ധ സഭയും മാതാവുമായിട്ടുള്ള ബന്ധം, മാതാവിൻ്റെ താഴാഴ്മ, ഇതൊക്കെയും ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം വായിക്കേണ്ടതായ ഒരു പുസ്തകമുണ്ട്. വിശുദ്ധ കന്യ മറിയാം, അതായത് വിശുദ്ധ ദേവമാതാവായ കന്യമറിയത്തിൻ്റെ ചരിത്രം AD 401 സാഹിൻ സിപ്പിയുടെ ദനഹോ എന്ന പണ്ഡിതൻ സുറിയാനിയിൽ രചിച്ചത് വായിക്കുക. അതിൻ്റെ മലയാള വിവർത്തനം കോനാട്ട് മൽപ്പാൻ രചിച്ചിട്ടുണ്ട്. അത് നാം വിശദമായി വായിക്കുന്നുവെങ്കിൽ ഇതൊക്കെയും നമുക്ക് മനസ്സിലാകും. വിശുദ്ധയുടെ സ്വർഗാരോഹണം AD 63 ആയിരിക്കാം സംഭവിച്ചതെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ സഭ നമ്മെ ഫേർമേൽപ്പിച്ചിരിക്കുന്നത് 5 കാനൂനിക നോമ്പുകളാണ്. ആ നോമ്പിനെ കുറിച്ച്, ആ നോമ്പ് എന്ന് പറയുന്നത് 106 ദിവസങ്ങൾ ചേർന്നതാണ്. ആ 106 ദിവസങ്ങൾ ഉള്ള ആ നോമ്പുകൾ നമ്മൾ എത്ര പേര് വിശുദ്ധിയോടുകൂടി നോക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നോമ്പിന് 2 ചിറകുകളാണുള്ളത്. 1 ഉപവാസവും 2 പ്രാർത്ഥനയും. നമ്മൾ ശരിയായ രീതിയിൽ നോമ്പ് ആചരിക്കുന്നുണ്ടോ? നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉപദേശിച്ചിരുന്ന പ്രകാരം നമ്മൾ ചെയ്യുന്നുണ്ടോ? കൂടാതെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കണമെന്ന് നമ്മുടെ സഭ നമ്മെ അനുശാസിക്കുന്നു. ഉപവസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 3 നോമ്പിന് ശേഷം വരുന്ന 18 ദിവസവും ഈസ്റ്റർ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള 50 ദിവസങ്ങളും മാത്രം ഉള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നാം കാനൂനിക നോമ്പുകളും ബുധൻ വെള്ളി ദിവസങ്ങൾ ഉപവസിക്കുകയും ചെയ്യണമെങ്കിൽ അനുദപിക്കുന്നവർ ആയിരിക്കണം. അവർക്ക് മാത്രമേ ദൈവത്തിലേക്ക് തിരിയുവാൻ സാധിക്കത്തുള്ളൂ. അനുദപിക്കുക, ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ MMVSന്റെ ഈ വർഷത്തെ തീം എന്നുള്ളതും നിങ്ങൾക്ക് എവർക്കും അറിയാം. അതിനെക്കുറിച്ച് ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നീട് ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്ന് വിശുദ്ധ കന്യമറിയാമിനെ കുറിച്ച്, ദൈവപ്രസവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്കും വളരെ ഉത്സാഹത്തോടുകൂടി, ഇൻട്രസ്റ്റോടുകൂടി കേൾക്കുന്നുവെങ്കിൽ, ദൈവം അതിൻ പ്രകാരം അതിനുശേഷം ജീവിക്കുന്നുവെങ്കിൽ, അവളെ കൃത്യമായി മനസ്സിലാക്കി അവളുടെ മധ്യസ്ഥതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.